ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ എന്ന് പറയണേ. ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? സ്ക്രീൻ ഷെയർ ചെയ്തേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞേ വേഗം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോമെട്രി ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ വേഗം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. ഡയറക്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. വേഗം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ എന്താ വരുന്നതെന്ന് വേഗം ഒന്ന് പറഞ്ഞേ. ഓക്കെ, കിട്ടിയല്ലേ? എന്താ വരുന്നേ നോക്കിക്കേ. ഇവിടെ തന്നിരിക്കുന്നത് ഇന്നർ ആൻഡ് ഔട്ടർ റേഡിയ ഓഫ് ടു കോൺസെൻട്രിക് സർക്കിൾസ് ആർ 6.7 സെന്റിമീറ്റർ ആൻഡ് 9.5 സെന്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ സർക്കംഫറൻസസ് ഇൻ സെന്റിമീറ്റർ? ടേക്ക് പൈ 22/7 എന്നും ഇവിടെ എടുത്ത് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞേ. നോക്കിക്കേ, ടു കോൺസെൻട്രിക് സർക്കിൾ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ടു കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറയുമ്പോൾ അവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു സെന്റർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ആണല്ലോ അല്ലേ? കോമൺ സെന്റർ ആണ് വരുന്നത്. ഓക്കെ, കോമൺ സെന്റർ ആയിരിക്കും കിട്ടുക. ഓക്കെ, ടു കോൺസെൻട്രിക് സർക്കിൾ ആണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, രണ്ട് സർക്കിൾ വരച്ചു. പിന്നെ എന്താ, സത്യത്തിൽ നമ്മൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല അല്ലേ? അതായത് നമുക്കറിയാം ക്യാപിറ്റൽ ആറും സ്മോൾ ആർ രണ്ടിനും രണ്ട് റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ, സ്മോൾ ആർ ചെറിയ സർക്കിളിനും ക്യാപിറ്റൽ ആർ വലിയ സർക്കിളിനും നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് റേഡിയസ് രണ്ടിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ സർക്കംഫറൻസ് ആണ്. അതായത് നമുക്കറിയാം 2πr അല്ലെ? സർക്കംഫറൻസിന്റെ ഇക്വേഷൻ എന്താ? 2πr. ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2π ക്യാപിറ്റൽ ആർ മൈനസ് 2π സ്മോൾ ആർ. ഡിഫറൻസ് അല്ലേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാമല്ലോ. 2π ഇവിടുന്ന് കോമൺ എടുത്താൽ നമുക്ക് എന്ത് വരും? ആർ മൈനസ് ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് വരും. അപ്പൊ നമുക്ക് പൈക്ക് 22/7 എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 × 22/7 ഇൻറ്റു ആർ മൈനസ് ആർ അല്ലേ? അതായത് 9.5 മൈനസ് 6.7 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് കിട്ടും? 2 × 22/7 ഇൻറ്റു 9.5 മൈനസ് 6.7 എന്ന് പറഞ്ഞാൽ 2.8 ആണ് അല്ലേ? അപ്പൊ 7 കൊണ്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.4 എന്ന് വരും. സോ 2 × 22 ഇൻറ്റു 0.4 ആണ്. 2 × 22 44 ആണ്. 44 ഇൻറ്റു 0.4 എന്ന് പറയുന്നത് 17.6 എന്ന് കിട്ടും. സോ 17.6 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നേ? ഡൗട്ട് ഉള്ളവർ ചോദിച്ചേ വേഗം.
ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് ആൻസർ വരുന്നതെന്ന് വേഗം പറഞ്ഞേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ കിട്ടുന്നതെന്ന് പറയണേ. നിങ്ങൾക്ക് ചെയ്യാൻ ടൈം കിട്ടുന്നില്ലേ? തരുന്ന ടൈമിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞേ. ഹലോ. പറയുന്നത് മനസ്സിലാകുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിലാണ് എടുക്കുന്നതെന്നോ വല്ല ഉണ്ടെങ്കിൽ പറയണേ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം. ഓക്കെ ആണോ? റിപ്ലൈ വേണേ. മരിയ മാത്രമേ റിപ്ലൈ തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്ത് ചെയ്യേ? അപ്പൊ ഇവിടെ നോക്കിക്കേ. 2 കോഡ്സ് ABCD. ഓക്കെ, ABCD എന്ന് പറയുന്ന 2 കോഡുകളുണ്ട്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ABCD. 2 കോഡുകളുണ്ട്. ഇന്റർസെക്ട് അറ്റ് O എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഫ് CO എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് അല്ലേ? ആൻഡ് OD എന്ന് പറയുന്നത് 3.75 സെന്റിമീറ്റർ. ആൻഡ് AB എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AO ആൻഡ് OB ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ AOയും OBയും കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ 8 ആണെങ്കിൽ ഒരു സൈഡ് നമുക്ക് x എന്നും ഒരു സൈഡ് x മൈനസ് 8 എന്നും എഴുതിയാൽ പോരെ. സോറി, 8 മൈനസ് x എന്ന് എഴുതാലോ അല്ലേ? ഒരു സൈഡ് x ആണെങ്കിൽ നമുക്ക് ഒരു സൈഡ് എന്ത് ചെയ്യാം? 8 മൈനസ് x എന്നും കൊടുക്കാം. ആണല്ലോ അല്ലേ? അപ്പൊ നമുക്കറിയാം OC ഇൻറ്റു OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? OA ഇൻറ്റു OB ആണ് അല്ലേ? OA ഇൻറ്റു OB ആണ്. സോ ഇവിടുത്തെ സ്മോളർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ OC ഇൻറ്റു OD എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 ഇൻറ്റു 3.75 ഈസ് ഈക്വൽ ടു x ഇൻറ്റു 8 മൈനസ് x എന്ന് വരും അല്ലേ? അപ്പൊ 4 ഇൻറ്റു 3.75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ വരുന്നത്? 14.8 എന്ന് വരും അല്ലേ? ഓക്കെ, 14.8. 4 ഇൻറ്റു 3.75 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കിട്ടിയോ? അപ്പം നമുക്ക് ഇവിടെ നോക്കി ചെയ്യുമ്പം അല്ല, സോറി, 4 ഇൻറ്റു 3.58 അല്ല ചോദിച്ചേക്കുന്നത്, 4 ഇൻറ്റു 3.75. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. ഓക്കെ, സോ 15 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 8x മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ ചെയ്തതിൽ? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് വരണം? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 എന്നും എക്സിൻ്റെ വാല്യൂ 5 എന്നും കിട്ടും അല്ലേ? ആണല്ലോ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സിൻ്റെ വാല്യൂ 3 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ടോട്ടൽ 8 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം നമ്മൾ എക്സിന് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എന്താ കിട്ടാൻ പോകുന്നത്?
സ്മോളസ്റ്റ്, അതായത് 3 കൊടുക്കുകയാണെങ്കിൽ ഒരു സൈഡ് നമുക്ക് 5 കിട്ടും. 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഒരു സൈഡ് നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വരുന്നത്? ഒ ബിയും എഒയും ഒ ബിയും ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് സ്മോളർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്തായിരിക്കും ആൻസർ വരുന്നത്? ഒ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? 3 സെന്റിമീറ്റർ എന്ന് വരും. കാരണം എന്താ? ചെറുതാണ്. ടോട്ടൽ 8 ആണ് അല്ലേ? ടോട്ടൽ 8 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരെണ്ണം 5 എടുക്കാം, ഒരു സൈഡ് 3 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചെറുത് ഏതാ? 3 ആ. സോ നമുക്ക് 3 സെന്റിമീറ്റർ ആണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായാ പറഞ്ഞേ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ? ക്വാഡ്രാറ്റിക് ഫോമിൽ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നുകിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 എന്നും കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -8 എന്നും കിട്ടണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഏതാ വാല്യൂ? -3 -5 വരും അല്ലേ? മൈനസും -3 -5. അപ്പോൾ എക്സിന്റെ വാല്യൂ 3 എന്നും 5 എന്നും ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? 3ഉം 5ഉം ടോട്ടൽ 8 തന്നെയാണ്. ആ 3ഉം 5ഉം തന്നെ നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ സ്മോളർ വാല്യൂ അതിൽ ഏതാ? 3 ആണ്. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. എന്താ വരുന്നേ? ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കോഡ് എ ബി ആൻഡ് സി ഡി ഓഫ് എ സർക്കിൾ ഇന്റർസെക്ട് എക്സ്റ്റേണലി അറ്റ് പി അല്ലേ? ഇന്റർസെക്ട് എക്സ്റ്റേണലി അറ്റ് പി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിഫ് സി ഡി 11.6 സെന്റിമീറ്റർ, പി ഡി 6.64 സെന്റിമീറ്റർ ആൻഡ് പി ബി 7.2 സെന്റിമീറ്റർ, ദെൻ എ ബി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? രണ്ട് കോഡ് വരയ്ക്കാം. എക്സ്റ്റേണലി ആണ് എന്ത് ചെയ്യുന്നത്? അത് ഇന്റർസെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കോഡ് വരച്ചു. എക്സ്റ്റേണലി ഇന്റർസെക്ട് ചെയ്തു. ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് നമുക്ക് പി എന്ന് കൊടുക്കാം അല്ലേ? ആൻഡ് സി ഡി നമുക്ക് പേര് വേണ്ടേ? എ ബി സി ഡി രണ്ട് കോഡിന്റെ പേര് കൊടുക്കുക. എ ബി സി ഡി. ഓക്കെ, ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നതാണ് പിയിൽ. അപ്പം സി ഡി നമുക്ക് 11.6 എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ? പി ഡി എന്ന് പറയുന്നത് 6.4 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ്? പി ബി അല്ലേ 7.2 തന്നിട്ടുണ്ട്. എങ്കിൽ എ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കിക്കേ, നമുക്കറിയാം ഇപ്പോൾ എന്താണ്? പി എ എന്ന് പറയുന്നത് എന്താ? പി ബി പ്ലസ് എ ബി ആണ്
അല്ലേ? പി ബി പ്ലസ് എ ബി ആണ് പി എ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പി എ എന്ന് പറയുമ്പം എത്ര കിട്ടും? പി എന്ന് പറഞ്ഞാൽ 7.2 പ്ലസ് എന്ത് വരും? എ ബിക്ക് നമുക്ക് എന്ത് കൊടുക്കുക? എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുക അല്ലേ? അപ്പോൾ എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ പി സി എന്ന് പറഞ്ഞാൽ എന്താ? പി സി സി ഡി പ്ലസ് പി ഡി ആണ്, ആണല്ലോ. അപ്പോൾ സി ഡി എന്ന് പറയുന്നത് 11.6 പ്ലസ് 6.4. അങ്ങനെയെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് വാല്യൂ കിട്ടുന്നത് 18 എന്ന് കിട്ടും, ആണല്ലോ. ഓക്കെ, ഇനി നമ്മുടെ തിയറം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് പി എ ഇൻറ്റു പി ബി അല്ലേ, ഈക്വൽ ടു എന്ത് വരും? പി സി ഇൻറ്റു പി ഡി. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കിവിടെ വാല്യൂ എന്താ കിട്ടുന്നത്? പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.2 പ്ലസ് എക്സ് ആണ്. 7.2 പ്ലസ് എക്സ് ഇൻറ്റു പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 7.2. ഓക്കെ ആണല്ലോ, ഈക്വൽ ടു പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 18 ഇൻറ്റു പി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 6.4 ആണ് വരുന്നത്. ഓക്കെ, 6.4. ഓക്കെ, 0.4. ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 7.2 ഇൻറ്റു 7.2 പ്ലസ് 7.2x അല്ലേ? 7.2 ഇൻറ്റു 7.2 എന്ന് പറയുമ്പോൾ 51.84 പ്ലസ് എന്ത് വരും? 7.2x എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 6.4 ഇൻറ്റു 18, അതായത് എന്ത് വരും? 115.2 എന്ന് വരും. ഓക്കെ, ഇനി നോക്കിക്കേ, 7.2x ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്? 115.2 മൈനസ് 51.84 എന്ന് വരും. അപ്പോൾ 7.2x ഈസ് ഈക്വൽ ടു നമുക്ക് ഡിഫറൻസ് എത്രയാണ് കിട്ടുന്നത്? 63.36 എന്ന് വരും. സോ എക്സ് ഈസ് ഈക്വൽ ടു 63.36 ഡിവൈഡഡ് ബൈ 7.2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്? 8.8 സെൻറ്റിമീറ്റർ എന്ന് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ എന്ന് പറഞ്ഞേ വേഗം. 8.8 എങ്ങനെയാണ് കിട്ടിയെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ചെക്ക് ചെയ്ത് നോക്കുക, ഡൗട്ടുള്ളവർ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചെയ്ത് നോക്കിയേ, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കിയേ.
ഓക്കെ, എന്താണ് ആൻസർ വരുന്നതെന്ന് പറഞ്ഞേ. ഇവിടെ നോക്കി, ഇൻ എ സർക്കിൾ വിത്ത് സെന്റർ O, കോഡ് എ ബി ആൻഡ് ഡയമീറ്റർ സി ഡി ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് ഇ inside the circle. If AOD 42, BOC 104, then what is the measure of AED ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം അല്ലേ. അപ്പൊ നോക്കിയേ, ഒരു സർക്കിൾ വരയ്ക്കുന്നു. നമുക്കതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട് ആണല്ലോ. ഓക്കെ, ഡയമീറ്റർ നമുക്ക് വരയ്ക്കാം. സോ നമ്മൾ ഡയമീറ്റർ വരച്ചു. ഇനി എന്താ പറഞ്ഞേക്കുന്നേ, പിന്നെ നമ്മളോട് കോഡ് എ ബി എന്ന് പറയുന്ന കോഡ് ഇന്റർസെക്ട് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട് അല്ലേ. കോഡ് ഇന്റർസെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റൂ. ഓക്കെ, ഇനി എന്താ വരുന്നേ നോക്കിക്കേ, പേര് കൊടുക്കാം. കോഡ് എ ബി ആണ്. ഓക്കെ, എ ബി ആണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, എ ബി. ആൻഡ് നമുക്ക് തന്നിരിക്കുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, സി ഡി ആണ്. ഓക്കെ, സി ഡി ഡയമീറ്റർ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് പോയിന്റ് ഇ ഇൻസൈഡ് ദ സർക്കിൾ. ആൻഡ് എ ഒ ഡി 42 അല്ലെ. എ ഒ ഡി എന്ന് പറയുന്നത് 42. ഒ എന്ന് പറയുന്നത് ആ സെന്റർ ആണ് അല്ലെ. അത് നമുക്ക് എ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, 42 ആണെന്ന് പറയാം. ഓക്കെ, എ ഒ ഡി 42. ആൻഡ് ബി ഒ സി, ബി ഒ സി. അപ്പൊ ഇതുകൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തേക്കാം അല്ലേ. അപ്പൊ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന ആംഗിളിൽ എ ഒ ഡി ഇതാണ് 42 എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ബി ഒ സി ഈ ആംഗിൾ ആണ് എത്രയാ, 104 എന്നും തന്നിട്ടുള്ളത്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഇ ഡി, എ ഇ ഡി, ഈ ആംഗിൾ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അതായത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അറിയാം നോക്കിക്കേ. അതായത് ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ട്വൈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദ സർക്കംഫറൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത്, സോറി, ആംഗിൾ എ ഒ ഡി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ ബി ഡി ആണ് അല്ലേ. ഒന്ന് നോക്കിക്കേ, എ ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, ഈക്വൽ ടു ട്വൈസ് ഇൻറ്റു എ ബി ഡി ആണ് അല്ലേ. അപ്പൊ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം, എ ഒ ഡി എന്ന് പറയുന്നത് 42 തന്നിട്ടുണ്ട്. സോ 42 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ബി ഡി. So angle ABD is equal to 42/2 is equal to 21 degree എന്ന് വരും അല്ലേ. ABD എന്താണ്, നമുക്ക് 21 എന്ന് കിട്ടും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ. ഈ ആംഗിൾ ആണ് ABD, ഈ ആംഗിൾ ആണ് നമുക്ക് 21 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ബി ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിട്ടുക, 2 ഇൻറ്റു ആംഗിൾ ബി ഡി സി ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബി ഒ സി 104 ആണ്. സോ 104 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ബി ഡി സി ആണ്. സോ ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 104/2 എന്ത് വരും, 52 എന്ന് വരും. ഓക്കെ, അപ്പം ആംഗിൾ ഓഫ് എ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, ഇത് രണ്ടിന്റെയും കൂടെ സം അല്ലേ, എ ബി ഡി പ്ലസ് ബി ഡി സിയുടെ സമ്മാണ് ആംഗിൾ എ ബി ഡി പ്ലസ് ആംഗിൾ ബി ഡി സി. അതായത് സം ഓഫ് 2 ഇന്റീരിയർ ആംഗിൾസിന്റെ സം ആയിരിക്കും ആംഗിൾ എ ഇ ഡി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും, 21 പ്ലസ് 52 അല്ലെ. ഈ രണ്ടിന്റെയും സം ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടും, 73 ഡിഗ്രി എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ ആണോ എന്ന് പറയണേ. എന്താ നമ്മൾ ഇവിടെ എടുത്തതെന്ന് ചോദിച്ചാൽ, ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ആൻ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ട്വൈസ് ദ ആംഗിൾ സബ്റ്റൻഡഡ് അറ്റ് ദി സർക്കംഫറൻസ് ആണ്. അതുകൊണ്ടാണ് എ ഒ ഡി ട്വൈസ് ഓഫ് ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞ് എടുത്തിട്ടുള്ളത്. അതേ കേസ് തന്നെയാണ് ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ട്വൈസ് ഇൻറ്റു എന്താണ്, ട്വൈസ് ഓഫ് എന്താ, ആംഗിൾ ബി ഡി സി എന്നും പറഞ്ഞ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാലോ. അപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നോക്കിക്കേ,
നിക്ക്. ഓക്കെ, ആൻസർ എന്താന്ന് പറയണേ. ആൻസർ എന്താ വരുന്നേ? ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 സർക്കിൾസ് ടച്ച് ഈച്ച് അതർ ഇന്റേണലി ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നോക്കിക്കേ, നമുക്ക് 2 സർക്കിൾസ് വരയ്ക്കാം. സോ 2 സർക്കിൾസ് എന്താണ്, ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടച്ച് ഈ ഇന്റേണലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ടച്ച് ഈച്ച് അതർ ഇന്റേണലി. ആൻഡ് എന്താ പറഞ്ഞേക്കുന്നത്, their radii are 2 centimeter and 3 centimeter. Biggest chord of the greater circle is tangent to the inner circle എന്നും പറയുന്നുണ്ട്. സോ ഗ്രേറ്റസ്റ്റ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോളസ്റ്റ് കോഡ് സർക്കിളിന്റെ ടാൻജന്റ് കൂടിയാണ്, കാരണം അത് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി കോഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ വരുന്നേ, നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട് ആണല്ലോ അല്ലേ. ഒരു സർക്കിളിന്റെ റേഡിയസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇവിടെ 2 സർക്കിൾ പറയുന്നതുകൊണ്ട് തന്നെ ഇന്നർ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് O ആയിട്ട് എടുക്കാം. പറഞ്ഞ മനസ്സിലായോ? ഇന്നർമോസ്റ്റ് സർക്കിളിന്റെ സെന്റർ നമുക്ക് O ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ സർക്കിളിന്റെ O'-ആയിട്ടും സെന്റർ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പോയിന്റ്സ് നമുക്ക് ടച്ച് ചെയ്യുന്നതിനെ നമുക്ക് ഇവിടെ ABC എന്ന് പറഞ്ഞ് പേരുകൾ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ കോഡിന് നമുക്ക് DE കോഡിനും പേര് കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം OA എന്ന് പറയുന്നത് എന്താണ്, 2 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ, O' എന്ന് പറയുന്നത് എന്താണ്, 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ O'D എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. O'B എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, 1 സെന്റിമീറ്റർ ആണ് അല്ലേ. പറഞ്ഞ മനസ്സിലായോ? അതായത് ഇത്രയും പോർഷൻ 2 ആണ്, അപ്പൊ ഇങ്ങോട്ടേക്ക് എത്രയാ, 3 ആണ്. അതിൽ നിന്നും 2ഉം ഇവിടെ 1ഉം കൂടെ ചേരുന്നല്ലേ O'A എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2ഉം ഇത് 1ഉം, അപ്പൊ എത്രയാ, ടോട്ടൽ 3. അങ്ങനെയാണ് നമ്മൾ O'B എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ എന്ന് എടുത്തിരിക്കുന്നത്. OA എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, O' നമുക്കിത് ഈ O'-ഉം Dയും കൂടി ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു പൈതഗോറസ് തിയറം അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഇവിടെ കിട്ടും. സോ അവിടെ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, O'D the whole square is equal to നമുക്ക് എന്ത് വരും, BD സ്ക്വയർ പ്ലസ് BO' the whole square എന്ന് കിട്ടും അല്ലേ. ഇപ്പൊ എന്ത് വരും, BD യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O'D